രാജേഷ് മാധവന്റെ ഏറ്റവും പുതിയ ചിത്രമാണ് പെണ്ണും പൊറോട്ടും. രാജേഷ് മാധവൻ ആദ്യമായി സംവിധാനം ചെയ്ത് രവിശങ്കർ തിരക്കഥ എഴുതിയ ഈ സിനിമ IFFKയിൽ നിന്ന് തന്നെ ഞാൻ ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ സിനിമ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, ഇതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഡിഫറെന്റ് എന്ന് ഞാൻ വെറുതെ പറയല്ല. ഇതൊരു ഭയങ്കര ഒരു എന്താ പറയാ, സ്ലാപ്സ്റ്റിക് കോമഡിയാണ് സിനിമ. സ്ലാപ്സ്റ്റിക് കോമഡി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എങ്ങനെയായിരിക്കും പരിപാടി. അപ്പോൾ ഇതിൽ വേറൊരു മേജർ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഈ സ്ലാപ്സ്റ്റിക് കോമഡി ഒക്കെ ചെയ്തിരിക്കുന്നത് പുതുമുഖങ്ങളാണ്. ആകപ്പാടെ രാജേഷ് മാധവൻ ആൻഡ് റെയ്ന രാധാകൃഷ്ണൻ, ഇവരാണ് ആൾക്കാർക്ക് അല്ലെങ്കിൽ പ്രേക്ഷകന് അറിയാവുന്ന, കണ്ടിട്ട് പരിചയമുള്ള രണ്ട് മുഖങ്ങൾ എന്ന് പറയുന്നത്. അല്ലാത്ത ആൾക്കാരൊക്കെ മിക്കവാറും എല്ലാവരും പുതിയതാണ്. അപ്പൊ ഇങ്ങനെ പുതിയ ആൾക്കാരെ വെച്ച് ഒരു സിനിമ ചെയ്യാൻ ഇതിന്റെ പ്രൊഡ്യൂസറും ഇതിന്റെ ഡയറക്ടറും എടുത്ത ഒരു റിസ്ക് ഭയങ്കര വലുതാണ്. അപ്പൊ എന്തായാലും അത് തിയേറ്ററിൽ നല്ലൊരു ഔട്ട്പുട്ട് കൊടുക്കാനുള്ള എല്ലാ സംഭവവും സിനിമയിലുണ്ട്. ഇത് ഇങ്ങനെ ഞാൻ പറയാൻ കാരണം, ഈ സ്ലാപ്സ്റ്റിക് കോമഡി പെർഫോം ചെയ്തിട്ടുള്ള ആൾക്കാർ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. യാതൊരുവിധ കൺഫ്യൂഷനോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ തന്നെ അവരിത് ചെയ്തിട്ടുണ്ട്. അത് മേജർ ആയിട്ടുള്ള ഹൈലൈറ്റ് ആണ്. പിന്നെ ഇതിന്റെ കഥ എന്ന് പറയുമ്പോൾ, പട്ടട എന്ന് പറയുന്ന ഒരു ഗ്രാമം സാങ്കല്പിക ഗ്രാമമാണ്. വേണമെങ്കിൽ നമുക്ക് പാലക്കാട് ജില്ല എന്ന് പറയാം. കാരണം ആ കൈൻഡ് ഓഫ് ലാംഗ്വേജ് ആണ്, അവിടുത്തെ സ്ലാങ് ആണ് സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഗ്രാമത്തിലെ, പാലക്കാടൻ ഗ്രാമത്തിലെ ആ ഒരു സ്ലാങ്ങും കാര്യങ്ങളൊക്കെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നമ്മുടെ ഡയറക്ടർ ആൻഡ് ഹിസ് ടീമിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ പട്ടട എന്ന് പറയുന്ന ഗ്രാമത്തിൽ സുട്ടു എന്ന് പറയുന്ന ഒരു പട്ടി അല്ലെങ്കിൽ പട്ടിക്കുട്ടി അല്ലെങ്കിൽ നായ, അപ്പോൾ ഇത് ബാക്കിയുള്ള ആൾക്കാരുമായിട്ട് ഉണ്ടാവുന്ന കുറച്ച് പ്രശ്നങ്ങൾ. അപ്പോൾ ഈ ഗ്രാമത്തിൽ കുറച്ച് രസകരമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് ഒരു കല്യാണം അല്ലെങ്കിൽ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ആദ്യത്തെ ദിവസം തന്നെ ഞാനൊന്നും പറയുന്നില്ല എന്താണ് കഥ. അപ്പൊ ഇങ്ങനെ ഉള്ള ഒരു ഗ്രാമത്തിൽ നടക്കുന്ന രസകരമായ കഥ അതിരസകരമായിട്ട് എടുക്കാൻ തന്നെ ഇതിന്റെ മേക്കേഴ്സിന്, അണിയറ പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ ഒരു കാര്യം തന്നെയാണ്. മറ്റൊന്നുമല്ല, പുതിയൊരു ഡയറക്ടറാണ്. പുതിയ എന്താ പറയാ, ഡയറക്ടറിന് ഒരു പരിമിതി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയും. പക്ഷെ അങ്ങനത്തെ ഒരു സംഭവം ഒന്നും നമുക്ക് ഈ സിനിമയിൽ കാണുന്നില്ല. കാരണം ഭയങ്കര രസമായിട്ട് മേക്ക് ചെയ്തിട്ട് സൗണ്ട് ആൻഡ് സിനിമാറ്റോഗ്രഫി അടിപൊളിയായിട്ട് എന്താ പറയുക വർക്കായിട്ടുള്ള സിനിമയാണ് നമ്മുടെ പെണ്ണും പൊറോട്ടും. ഈ സിനിമ എന്താ പറയുക തിയേറ്ററിൽ നിന്ന് തന്നെ കാണുമ്പോൾ നല്ല എന്താ പറയുക പ്രൊജക്ഷൻ, ഒരു 2K, നല്ല 2K അല്ലെങ്കിൽ 4K പ്രൊജക്ഷൻ, അല്ലെങ്കിൽ അറ്റ്മോസ്, ഡോൾബി അറ്റ്മോസ്, അല്ലെങ്കിൽ DTS:X, ഇതൊക്കെ നന്നായിട്ട് കാലിബ്രേറ്റ് ഒക്കെ ചെയ്തിട്ടുള്ള തിയേറ്റർ ഏതാണ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ തന്നെ നമുക്ക് അറിയാമല്ലോ, ഒരു ബേസിക് ഐഡിയ ഉണ്ടാവില്ല. അങ്ങനെ തിയേറ്ററിൽ കാണുകയാണെങ്കിൽ അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് പെണ്ണും പൊറോട്ടും. എനിക്ക് വളരെയധികം വർക്കായ ഒരു സിനിമ തന്നെയാണ് പെണ്ണും പൊറോട്ടും. അപ്പോൾ പെർഫോമൻസുകളും അതുപോലെ തന്നെ കഥയും രസകരമായ കഥയാണ്